കടൽ തീരത്തെ കല്ലിനിടയിൽ കുടുങ്ങിയ ആമയ്ക്ക് രക്ഷകരായി വന്നത് നാട്ടുകാരാണ്. ഇരവിപുരം കാക്കത്തോപ്പ് കടപ്പുറത്തെ പുലിമുട്ടുകൾക്കുള്ളിലെ കല്ലിനിടയിലാണ് കടലാമ കുടുങ്ങിപ്പോയത്. നാട്ടുകാർ ആമയെ കടലിലേക്ക് ഇറക്കിവിട്ടു. ഇരവിപുരം കാക്കത്തോപ്പിലെ കടപ്പുറത്തെത്തിയവരാണ് പാറക്കിടയിൽ എന്തോ അനക്കം കണ്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് വഴിയറിയാതെ പരിഭ്രമിക്കുന്ന കടലാമയെ കണ്ടത്. കടപ്പുറത്തെ പുലിമുട്ടുകൾക്കുള്ളിലെ കല്ലുകൾക്കിടയിലാണ് ആമ കുടുങ്ങിയത്. ഏറെ നേരം കാത്തുനിന്നെങ്കിലും ആമയ്ക്ക് സ്വയം പുറത്തേക്ക് ഇറങ്ങാനായില്ല. ഒടുവിൽ രക്ഷാപ്രവർത്തനവുമായി നാട്ടുകാർ തന്നെ രംഗത്തെത്തി. ഒടുവിൽ പരിചിതമായ വഴിയിലൂടെ ആമ ആശ്വാസം നടത്താൻ തുടങ്ങി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. നമ്മുടെ നാട്ടുകാർ തന്നെ കടലാമ പരിചരണം എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അതോടെ പെട്ടുകിടക്കുന്നത് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കാം, ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടാലും മൈൻഡ് ചെയ്യാതെ ചിലരും പോകുന്ന സാഹചര്യം പോലും ഉണ്ട്. പക്ഷേ കൃത്യസമയത്ത് അത് കണ്ടു, അതിനെ രക്ഷിച്ചു ആ പുലിമുട്ടുകൾക്കിടയിൽ നിന്ന് എന്നുള്ളതാണ് മാതൃകാപരമായ ഒരു കാര്യം. നമുക്കിപ്പം രാഹുൽ ജീനാഥ് ചേരുന്നുണ്ട് തത്സമയം. രാഹുൽ, വലിയ കയ്യടി ആ നാട്ടുകാർക്ക് കൃത്യസമയത്ത് ഇടപെട്ടതിന്. ഒന്നെങ്കിൽ അത് അതിനിടയിൽ കിടന്ന് കുറേ സമയം കഴിഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടു പോയേക്കാം, പക്ഷേ അവരത് കണ്ടു, അതിനെ രക്ഷിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു. അവിടെ നിന്ന് നേരെ കൊണ്ടുപോയി കടലിലേക്ക് ഇറക്കി വിട്ടു. പുലിമുട്ടുകൾക്കിടയിൽ കുറേ സമയമായിട്ടുണ്ടാകും എന്തായാലും കിടക്കാൻ തുടങ്ങിയിട്ട്. കൃത്യസമയത്ത് തന്നെ അവരവിടെ വന്നു, രക്ഷാപ്രവർത്തനം നടത്തി. അതിലെന്തായാലും വലിയൊരു കയ്യടി. വളരെ ചെറിയൊരു വാർത്ത, കൗതുകമുള്ള വാർത്ത, രസമുള്ള വാർത്ത. അതിൻ്റെ ഭാഗമായാണ് ഈ ഇരവിപുരം കാക്കത്തോപ്പിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിലൊരു കൗതുകം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. കാരണം വിശാലമായ ലോകത്തെ വിഹരിച്ച് ഒടുവിൽ പാറക്കെട്ടിനിടയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന കടലാമയ്ക്ക് നാട്ടുകാർ രക്ഷകരാകുന്നു എന്നുള്ളത് മാത്രമല്ല, ഒപ്പം അതിന് സ്വന്തമായുള്ളത് അത്ര വലിയ ലോകമാണ്, വിശാലമായ ലോകമാണ്. അവിടേക്ക് തന്നെയാണ് ഈ ആമ പോകേണ്ടത് എന്നുള്ള ചിന്ത കൂടിയാണ്. കാരണം പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ വീടിനടുത്ത് ഈ മഴക്കാലമാകുമ്പോൾ ആമയൊക്കെ ഇങ്ങനെ പതിയെ വഴിയറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ കിണറ്റിലും കുളത്തിലും കൊണ്ടിട്ട് അതിന് പേരൊക്കെ ഇട്ട് വലിയ വാത്സല്യത്തോടെയൊക്കെ നോക്കുകയും അത് അടുത്ത മഴക്കാലമാകുമ്പോൾ തിരിച്ചു പോവുകയും ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട്. പിന്നീട് ആമ പിടുത്തമൊക്കെ നിർത്തി. കാര്യം ഒരു ഘട്ടത്തിൽ മനസ്സിലായി, ആമ ഇത്തരത്തിൽ ചെറിയ ചെറിയ ഇടങ്ങളിൽ, പരിമിതമായ ഇടങ്ങളിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് പോകും എന്ന് മനസ്സിലായി. അവിടെ ആമ പിടുത്തവും നിർത്തി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഈ കടപ്പുറത്ത് താമസിക്കുന്നവരാണ്, അതുമായി ബന്ധപ്പെട്ട് ഉപജീവനം ചെയ്യുന്നവരാണ്. അവർക്കറിയാം ഇതിൻ്റെ ലോകം ഇതല്ല എന്നുള്ളത്. അവർ ആദ്യം കുറേ സമയം കാത്തു നിന്നത് തനിയെ പുറത്ത് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന്. പിന്നീട് അത് കഴിഞ്ഞില്ല. പിന്നീടാണ് അതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ പിടിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ ശരിയല്ലെങ്കിൽ സൂക്ഷിച്ച് പിടിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള കരുതൽ കൂടി നമുക്കതിനകത്ത് കാണാം. ഏറ്റവും ഒടുവിൽ ആമ സ്വന്തം ആ ഉപ്പുവെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, കടലിലേക്ക് ഇറങ്ങുമ്പോൾ, ആ പഴയ ലോകത്തേക്ക് പോകുമ്പോൾ പറഞ്ഞയച്ചവർക്കുള്ള സന്തോഷം, ആമയുടെ എന്താ പറയുക, ആമയ്ക്ക് തോന്നുന്ന ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. ആശങ്കയകന്നിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതൊക്കെ വലിയ രസമായി ഇതിൽ തോന്നി. എന്തായാലും ഇത്തരത്തിൽ പലതിനെയും നമ്മൾ അടച്ചിട്ട് കൂട്ടിലിട്ട് വളർത്തരുത്, അതിന്റെ ലോകം വിശാലമാണ് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നു. ഒപ്പം കുറേ സമയത്തെ ആശങ്കയുടെ നല്ല കാഴ്ചകൾ നമ്മൾ നിരവധി തത്സമയ റിപ്പോർട്ടറിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഒന്നുകൂടി